ഇപ്പോൾ ഉക്രൈൻ റഷ്യ യുദ്ധം നമ്മുടെ മുമ്പിലുണ്ട്. അവിടെ ഇപ്പം പറയുന്നത് ഒരു ആഴ്ചയിൽ 5000-ഓളം പേരുടെ ജീവൻ നഷ്ടപ്പെടുന്നു. പലതും നമ്മൾ അറിയുന്നില്ല, അത്രയും ദൂരം. അപ്പോൾ ഇത്തരത്തിലൊരു യുദ്ധം ഉണ്ടാകുമ്പോൾ ആൾനാശം, സിവിലിയൻസ് മരിക്കും, ജവാന്മാർ മരിക്കും, നമ്മുടെ വലിയ തോതിലുള്ള ആയുധങ്ങൾ നശിക്കും. അപ്പോൾ സൈനികപരമായി സാമ്പത്തികപരമായി ഒരു രാജ്യത്തിനെ പിന്നോക്കാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഓരോ യുദ്ധങ്ങളും. അപ്പോൾ ഇവിടെ പാകിസ്ഥാൻ വെറുതെ പ്രകോപനം സൃഷ്ടിച്ച് നമ്മുടെ അടുത്തേക്ക് വരുന്നു. നമ്മൾ പരമാവധി പിന്നോട്ടേക്ക് ഒതുങ്ങുന്നു. 4 തവണ ഇന്ത്യയുടെ അടുത്ത് യുദ്ധം ചെയ്തിട്ടും പാകിസ്ഥാന് വിജയിക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, ഈ ഏറ്റവും ഒടുവിൽ ഈ കാർഗിൽ യുദ്ധ സമയത്ത് 18 തവണയാണ് ഇന്ത്യക്ക് മേൽ ആണവായുധം ഉപയോഗിക്കുന്ന പാകിസ്ഥാൻ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത്. ഈ സമ്മർദ്ദ തന്ത്രം എന്ന് പറയുന്നത് ഇന്ത്യ അങ്ങോട്ടേക്ക് അറ്റാക്ക് ചെയ്യാതിരിക്കാനായിരിക്കും. പരമാവധി യുദ്ധത്തിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയിലെ ആളുകളെ കൊലപ്പെടുത്തിയതിന് പകരം വീട്ടണമെന്ന് ഓരോ ഭാരതീയനും ആഗ്രഹിക്കില്ലേ? അതായത് ഒരു സർക്കാരിൻ്റെ ഒരു ഉത്തരവാദിത്വമുണ്ട്. സർക്കാരിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ സർക്കാരിൻ്റെ പൗരന്മാരെ സംരക്ഷിക്കാൻ കഴിയും. സംരക്ഷിക്കാൻ കഴിയാതെ വന്ന സാഹചര്യത്തിൽ അതിന് പകരം ചോദിക്കാനായിട്ട് ഈ 2 കാര്യങ്ങൾ നിർവഹിക്കപ്പെട്ടില്ലെങ്കിൽ സർക്കാർ ചോദ്യചിഹ്നത്തിലായിത്തീരും, അല്ലെങ്കിൽ സർക്കാരിനെ ആളുകൾ വിചാരണ ചെയ്യും. അത് നല്ലൊരു കാര്യമല്ല. അതുകൊണ്ട് സർക്കാർ ഇക്കാര്യത്തിൽ മാറി നിൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അല്ലെങ്കിലും വളരെ അഗ്രസീവായ ഒരു ഭരണകൂടമാണ് മോദിയുടെ ഭരണകൂടം എന്ന് നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ കാര്യത്തിൽ ഒരു അഗ്രസീവ് ക്യാരക്ടർ തന്നെയായിരിക്കും മോദി പിന്തുടരുക. പക്ഷേ അതിന് ഒരുപാട് ആലോചനകൾ, ഒരുപാട് നടപടിക്രമങ്ങൾ അതെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ഒരുപാട് അന്വേഷണം നടത്തി കുറ്റവാളികൾ ആരാണ്, അല്ലെങ്കിൽ അവരുടെ പിന്നെ പ്രവർത്തിച്ചവരാരാണ് എന്നുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് തിരിച്ചറിയേണ്ടതുണ്ട്. അത് തിരിച്ചറിഞ്ഞാൽ അതിന് ശേഷം അതിന് മറുപടി ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ യുദ്ധം എന്ന് പറയുന്നതിൻ്റെ റിസൾട്ട് എന്താണ്? യുദ്ധത്തിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നാശമാണ്. യുദ്ധത്തിലേർപ്പെട്ട രാജ്യം എന്ന് പറയുന്നത് നിരവധി വർഷങ്ങൾ പിന്നിലേക്ക് പോകും. നിരവധി വർഷങ്ങളിലേക്ക് പിന്നിലേക്ക് പോകുന്നത് സാമ്പത്തികമായ തകർച്ച കൊണ്ട് മാത്രമല്ല. നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള പുരോഗതി, നമ്മുടെ ജീവിതക്രമങ്ങൾ എല്ലാം യഥാർത്ഥത്തിൽ അട്ടിമറിക്കപ്പെടുകയായിരിക്കും യുദ്ധം വന്നാലുണ്ടാകും. വിലക്കയറ്റം ഭീമമായിട്ടുള്ള തോതിലുണ്ടാകും. ഉൽപ്പാദന മേഖലകളുടെ ഉൽപ്പാദനം കുറയും. ഇപ്പം തന്നെ ഇന്ത്യയിലെ കർഷകർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് പട്ടാളം. അതിർത്തിയുടെ അടുത്തുള്ള എല്ലാ പാടങ്ങളും ഉടനെ കൊയ്ത് തീർക്കണം എന്ന് പറഞ്ഞിരിക്കുക. വിളവ് വിളഞ്ഞു കിടക്കുകയാണ്. 2 ദിവസങ്ങൾക്കുള്ളിൽ അത് ആ വിളവ് കൊയ്തെടുത്തില്ലെങ്കിൽ അത് മുഴുവൻ എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു പോകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.